നമ്മുടെ തലകളെ വണക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. മനുഷ്യരായ ഞങ്ങളെ ദൈവത്തിന്റെ ജനമാക്കി തീർക്കുവാൻ, ദൈവമക്കളാക്കി തീർക്കുവാൻ ഈ മണ്ണിലേക്ക് ഇറങ്ങി വന്ന, ഞങ്ങളോടുകൂടി ജീവിച്ച, വചനം ജഡമായി തീർന്ന ഞങ്ങളുടെ കർത്താവായ യേശുവേ, ഞങ്ങളെ നിന്റെ വരവിന്റെ അർത്ഥം അന്വേഷിക്കുവാനും കണ്ടെത്തുവാനും കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. ഇനി നിന്റെ വരവിന് വേണ്ടിയുള്ള കാലഘട്ടം ഒരുങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഈ ആരാധന നിനക്ക് ഏറ്റവും സ്വീകാര്യമായി തീരുവാൻ പാകത്തിന് ഞങ്ങളുടെ ജീവിതങ്ങളെ, ഹൃദയങ്ങളെ നീ വിശുദ്ധീകരിക്കണമേ. നിന്റെ സ്വർഗീയമായ സാന്നിധ്യം കൊണ്ട് ഞങ്ങളുടെ ശുശ്രൂഷകളെയും ആരാധനകളെയും നിറയ്ക്കണമേ. ദൈവമായ കർത്താവെ, ഞങ്ങൾക്ക് ദൈവാലയത്തിൽ പറ്റാ സാഹചര്യമാണ് നീ അറിയുന്നല്ലോ. ഞങ്ങൾ ഭവനങ്ങളായിരിക്കുമ്പോഴും നിന്റെ കൃപ കൊണ്ടും സാന്നിധ്യം കൊണ്ടും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗസ്ഥ പിതാവേ, നിന്റെ കരങ്ങളിലേക്ക് അടിയങ്ങളെയും ഈ ആരാധനയെയും പ്രാർത്ഥനയോടുകൂടി ഏൽപ്പിക്കുന്നു. രക്ഷകനും കർത്താവുമായ യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന്റെ സ്തുതിക്കും മഹത്വത്തിനുമായി നാം നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ചേർന്ന് 126 ഗീതം പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഗീതം 126. Divya Sneha
ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. എന്നാൽ ഞങ്ങളുടെ വായ് നിന്റെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദ്യെങ്കിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. സ്തുതികൾക്ക് യോഗ്യനായ നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിച്ച് മഹിമപ്പെടുത്താം. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമ്മുടെ തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ സമാധാനവും സ്വസ്ഥതയും കണ്ടെത്തുന്നത് നിന്നിൽ മാത്രമാകുന്നുവല്ലോ. ഈ ആരാധനയുടെ സമയത്ത് നീ നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. നിന്റെ ആത്മീയ വരങ്ങളെ ഞങ്ങളുടെ മേൽ പകരണമേ. ഈ വിശുദ്ധമായ ശാന്തസമയം ദൈവിക കാര്യങ്ങളിൽ ഞങ്ങൾക്ക് പ്രയോജനമായി തീരുവാനും നീ ഞങ്ങൾക്ക് ചെയ്യുവാൻ തന്നിരിക്കുന്ന വേല തികയ്ക്കേണ്ടതിന് ഞങ്ങളെ പുതുക്കി ശക്തീകരിക്കുവാനും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. അനുതാപ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നു എങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവിധം വിശ്വസ്തനും നീതിമാനും ആകും. ആകയാൽ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ യോഗ്യനായ സർവശക്തനായ ന്യായാധിപനായ ദൈവത്തിന് മുൻപാകെ നമ്മുടെ കുറവുകളെ കുറിച്ച് ഓർത്ത് അനുദപിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. മൗനമായി നമ്മുടെ കർത്താവിന്റെ മുൻപാകെ നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. അനുതാപമുണരുന്ന മനസ്സോടുകൂടി അനുതാപ പ്രാർത്ഥന നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. രണ്ടാമത്തെ പ്രാർത്ഥന നമുക്ക് ചേർന്ന് ചൊല്ലാം. ഞങ്ങളുടെ പിതാവായ ദൈവമേ, ഞങ്ങൾ വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും നിനക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോട് നിന്നെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരെ ഞങ്ങളെ പോലെ തന്നെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമെന്ന് ഞങ്ങൾ
ഭക്ഷിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട് ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ദോഷം ജയിക്കുവാൻ ഞങ്ങൾക്ക് സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. സർവശക്തനും മഹാകരുണയുള്ളവനുമായ കർത്താവ് പാപങ്ങളുടെ മോചനവും മാപ്പും ജീവിതം ക്രമപ്പെടുത്തുന്ന അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. ദൈവത്തിന്റെ തിരുവചന ശുശ്രൂഷയ്ക്കായി നമുക്ക് ഹൃദയങ്ങളെ ഒരുക്കാം. കർത്താവിനെ സ്തുതിക്കുവിൻ. കർത്താവിന് നാം സ്തുതിക്കപ്പെടട്ടെ. ഇന്നത്തെ വിശുദ്ധ ആരാധനയിൽ വായിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന പഴയ നിയമ വേദഭാഗം യിരെമ്യാ പ്രവചന പുസ്തകം 33-ാം അധ്യായം 10 മുതൽ 16 വരെയുള്ള ദൈവത്തിൻ്റെ വചനങ്ങൾ. യിരെമ്യാ 33 10 മുതൽ 16 വരെയുള്ള ദൈവത്തിൻ്റെ വചനങ്ങൾ ശ്രദ്ധിക്കും. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: മനുഷ്യരും മൃഗവുമില്ലാതെ ശൂന്യമായിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്ന ഈ സ്ഥലത്തും യഹൂദ പട്ടണങ്ങളിലും മനുഷ്യനോ നിവാസികളോ മൃഗമോ ഇല്ലാതെ ശൂന്യമായിരിക്കുന്ന യെരൂശലേം വീഥികളിലും ഇനിയും ആനന്ദഘോഷവും സന്തോഷധ്വനിയും മണവാളന്റെ സ്വരവും മണവാട്ടിയുടെ സ്വരവും സൈന്യങ്ങളുടെ യഹോവയെ സ്തുതിപ്പീൻ, യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് പറയുന്നുള്ള ശബ്ദവും യഹോവയുടെ ആലയത്തിൽ സ്തോത്രയാഗം കൊണ്ടുവരുന്നുള്ള ശബ്ദവും കേൾക്കുന്നു. ഞാൻ ദേശത്തിൻ്റെ സ്ഥിതി മാറ്റി പണ്ടത്തെ പോലെ ആക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: മനുഷ്യനും മൃഗവും ഇല്ലാതെ ശൂന്യമായിരിക്കുന്ന ഈ സ്ഥലത്തും അതിൻ്റെ സകല പട്ടണങ്ങളിലും ആടുകളെ കടന്ന ഇടയന്മാർക്ക് ഇനിയും മേച്ചിൽപ്പുറം ഉണ്ടാകും. മലനാട്ടിലെ പട്ടണങ്ങളിലും താഴ്വീതിയിലെ പട്ടണങ്ങളിലും തെക്കേ പട്ടണങ്ങളിലും ബെന്യാമിൻ ദേശത്തും യെരൂശലേമിന്റെ ചുറ്റുവട്ടത്തിലും യഹൂദ പട്ടണങ്ങളിലും ആടുകൾ എണ്ണുന്നവന്റെ കൈക്ക് കീഴെ ഇനിയും കടന്നു പോകുന്ന യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും അരുളി ചെയ്ത നല്ല വചനം നിവർത്തിക്കുന്ന കാലം വരും എന്ന് യഹോവയുടെ അരുളിപ്പാട്. ആ നാളുകളിലും ആ കാലത്തും ഞാൻ ദാവീദിന് നീതിയായ ഒരു മുളയാവിനെ മുളപ്പിക്കും. അവൻ ദേശത്ത് നീതിയും ന്യായവും നടത്തും. അന്നാളിൽ യഹൂദ രക്ഷിക്കപ്പെടും, യെരൂശലേം നിർഭയമായി വസിക്കും. അതിന് യഹോവ നമ്മുടെ നീതി എന്ന് പേർ പറയും. ഇവിടെ പഴയ വേദഭാഗം അവസാനിക്കും. ഈ വിശുദ്ധ ആരാധനയിൽ വായിക്കാനുള്ള പ്രത്യേക സങ്കീർത്തനം 68-ാം സങ്കീർത്തനം 11 മുതൽ 20 വരെയുള്ള ദൈവവചനം നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. കർത്താവ് ആജ്ഞ കൊടുക്കുന്നു, സുവാർത്താദൂതികൾ വലിയൊരു ഗണമാകുന്നു. സൈന്യങ്ങളുടെ രാജാക്കന്മാർ ഓടുന്നു, വീട്ടിൽ പാർക്കുന്നവർ കവർച്ച പങ്കിടുന്നു. നിങ്ങൾ തൊഴുത്തുകളുടെ ഇടയിൽ കിടക്കുമ്പോൾ പ്രാവിന്റെ ചിറക് വെള്ളി കൊണ്ടും അതിന്റെ തൂവലുകൾ പൈപ്പൊന്നുകൊണ്ടും പൊതിഞ്ഞിരിക്കുന്നത് പോലെ ആകുന്നു. സർവശക്തനായ രാജാക്കന്മാരെ ചിതറിച്ചപ്പോൾ സൽമോനിൽ ഹിമം പെയ്യുകയായിരുന്നു. ബാശാൻ പർവ്വതം ദൈവത്തിന്റെ പർവ്വതമാകുന്നു. ബാശാൻ പർവ്വതം കൊടുമുടികളേറിയ പർവ്വതമാകുന്നു. കൊടുമുടികളേറിയ പർവ്വതങ്ങളെ, ദൈവം വസിപ്പാൻ ഇച്ഛിച്ചിരിക്കുന്ന പർവ്വതത്തെ നിങ്ങൾ സ്പർശിച്ചു നോക്കുന്നത് എന്ത്? യഹോവ അതിൽ എന്നേക്കും വസിക്കും. ദൈവത്തിന്റെ രഥങ്ങൾ 1000 കോടി കോടിയുമാകുന്നു. കർത്താവ് അവരുടെ ഇടയിൽ സീനായിൽ വിശുദ്ധ മന്ദിരത്തിൽ തന്നെ. നീ ഉയരത്തിലേക്ക് ഉയറി ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി. യാഹു എന്ന ദൈവം അവിടെ വസിക്കേണ്ടതിന് നീ മനുഷ്യരോട് മത്സരികളോട് തന്നെ കാഴ്ച വാങ്ങിയിരിക്കുന്നു. നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം നമുക്ക് ഉദ്ധാരങ്ങളുടെ ദൈവമാകുന്നു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളവ തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ.
ആദ്യമെങ്കിലും എപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. ഈ ആരാധനയിൽ വായിക്കേണ്ടുന്ന ലേഖന വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 6 മുതൽ 13 വരെയുള്ള ദൈവവചനങ്ങൾ. 1 തെസ്സലോനിക്കർ 3-ാം അധ്യായം 6 മുതൽ 13 വരെ. ഇപ്പോഴോ തിമോഥെയോസ് നിങ്ങളുടെ അടുക്കൽ നിന്ന് വന്ന് നിങ്ങളുടെ വിശ്വാസത്തെയും സ്നേഹത്തെയും പറ്റിയും ഞങ്ങൾ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നത് പോലെ നിങ്ങൾ ഞങ്ങളെയും കാണുവാൻ വാഞ്ചിച്ചുകൊണ്ട് ഞങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എപ്പോഴും നല്ല ഓർമ്മയുണ്ട് എന്നും ഞങ്ങളുടെ സദ്വർത്തമാനം അറിയിച്ച കാരണത്താൽ സഹോദരന്മാരെ, ഞങ്ങളുടെ സകല കഷ്ടത്തിലും സങ്കടത്തിലും നിങ്ങളുടെ വിശ്വാസം ഹേതുവായി ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആശ്വാസം പ്രാപിച്ചു. നിങ്ങൾ കർത്താവിൽ നിലനിൽക്കുന്നു എന്നറിഞ്ഞ് ഞങ്ങൾ വീണ്ടും ജീവിക്കുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളെ ചൊല്ലി ഞങ്ങൾ സന്തോഷിക്കുന്ന സകല സന്തോഷത്തിനും തക്കതായി ദൈവത്തിന് എന്തൊരു സ്തോത്രം ചെയ്യുവാൻ ഞങ്ങളാൽ കഴിയും. ഇനി നിങ്ങളുടെ മുഖം കാണുവാനും നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കുറവ് തീർപ്പാനുമായി ഞങ്ങൾ രാവും പകലും വളരെ താല്പര്യത്തോടെ പ്രാർത്ഥിച്ചു പോരുന്നു. നമ്മുടെ ദൈവവും പിതാവുമായവനും നമ്മുടെ കർത്താവായ യേശുവും ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വരുവാൻ വഴി നിരത്തി തരുമാറാകട്ടെ. എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നത് പോലെ കർത്താവ് നിങ്ങൾക്ക് തമ്മിലും എല്ലാവരോടുമുള്ള സ്നേഹം വർദ്ധിപ്പിച്ച് കവിയുമാറാക്കുകയും ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തൻ്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവുമായവൻ്റെ മുൻപാകെ വിശുദ്ധീകരണത്തിൽ അനിന്യരായി വെളിപ്പെടുമെണ്ണം നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ഇവിടെ വായന ഭാഗം അവസാനിക്കുന്നു. വിശുദ്ധ ആരാധനയിൽ വായിക്കാനുള്ള സുവിശേഷ പാഠഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 45 വരെയുള്ള ദൈവവചനം കേൾക്കുവിൻ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 45 വരെ. ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദ പട്ടണത്തിൽ ബന്ധപ്പെട്ട് ചെന്നു. സെഖര്യാവിന്റെ വീട്ടിലെത്തി എലിശബത്തിനെ വന്ദിച്ചു. മറിയയുടെ വന്ദനം എലിശബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. എലിശബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എന്റെ കർത്താവിന്റെ മാതാവ് എന്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്ന് ഉണ്ടായി? നിന്റെ വന്ദനസ്വരം എന്റെ ചെവിയിൽ വീണപ്പോൾ പിള്ള എന്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി. കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തി ഉണ്ടാകുമെന്നത് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഇവിടെ സുവിശേഷ പാഠഭാഗം വായിച്ചവസാനിക്കുന്നു. ക്രിസ്തുവേ നിനക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. തിരുവചന ധ്യാനത്തിനായി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാൻ 46-ാമത്തെ കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. മാനവ രക്ഷിച്ചിടുവാനായി ആരംഭിക്കുന്ന 46-ാമത്തെ കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. തുടർന്ന് നമ്മുടെ അനുഗ്രഹീതനായ വൈദികൻ പ്രിയപ്പെട്ട തോമസ് വി എബ്രഹാം അച്ഛൻ നമുക്ക് ഇന്ന് അനുഗ്രഹീതമായ സന്ദേശം നൽകുന്നതാണ്. നമുക്ക് ചേർന്ന് പാടി അച്ഛന്റെ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഹൃദയങ്ങളെ ഒരുക്കാം. Sureksha Ganagamichi
വേഗമേശുരക്ഷകനാഗമിച്ചിടും മേഘമദാം വാഹനേ വേഗമേശുരക്ഷകനാഗമിച്ചിടും മേഘമദാം വാഹനേ. പ്രാർത്ഥനയ്ക്കായി നമുക്ക് തലകളെ വണക്കാം. ദൈവമായ കർത്താവേ, അവിടുത്തെ വചനം ഞങ്ങളുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായിരിക്കണമേ. തിരുവചനം ശുശ്രൂഷിപ്പാൻ അടിയനെയും അത് കേൾക്കുവാൻ അവിടുത്തെ മക്കളെയും സഹായിക്കണമേ. അവിടുത്തെ ആഗമനത്തിനായി കാത്തിരിപ്പാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവിനാൽ ഒരുക്കണമേ. ആമേൻ. കർത്താവിൽ പ്രിയരെ, ഇന്ന് ദൈവവചനം ശുശ്രൂഷിക്കുവാൻ ദൈവം തന്ന അവസരത്തിനായി ഞാൻ നന്ദി പറയുന്നു. അതിന് അവസരമൊരുക്കി തന്ന ബഹുമാനപ്പെട്ട പ്രിൻസ് അച്ഛനും നന്ദി. ദക്ഷിണേന്ത്യാ സഭയുടെ പഞ്ചാംഗമനുസരിച്ച് ഇന്ന് ആഗമനത്തിൽ 1-ാം ഞായറാഴ്ചയാകുന്നു. ക്രിസ്മസിന് മുമ്പുള്ള 4 ഞായറാഴ്ചകളെ ആഗമനകാലം എന്ന് അറിയപ്പെടുന്നു. വേദപുസ്തക വെളിച്ചത്തിൽ 2 ആഗമനമുണ്ട്. ആഗമനം എന്ന വാക്കിൻ്റെ അർത്ഥം വരവ് എന്നാകുന്നു. 1-ാമത്തെ ആഗമനം ലോക ചരിത്രത്തിൽ 2000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചു കഴിഞ്ഞതാണ്. ദൈവപുത്രനായ യേശു കന്യമറിയമേൽ മനുഷ്യാവതാരം ചെയ്ത സംഭവമായിരുന്നു അത്. യേശുവിൻ്റെ 1-ാം ആഗമനത്തെക്കുറിച്ച് പ്രവാചകന്മാർ പ്രവചിച്ചിരുന്നു. യെരമ്യാ പ്രവാചകൻ യേശുവിൻ്റെ 1-ാമത്തെ വരവിനെക്കുറിച്ച് ക്രിസ്തുവിന് 600 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ചത് ദൈവം ദാവീദിൽ നിന്നും ഒരു മുളയായവനെ മുളപ്പിക്കും, അവൻ ദേശത്ത് നീതിയും ന്യായവും നടത്തും. യെരമ്യാ പ്രവചനം 33-ാം അധ്യായം 15-ാം വാക്യം. യേശുവിൻ്റെ 1-ാം ആഗമനം ഈ പ്രവചന നിവൃത്തി ആകുന്നു. യേശുവിൻ്റെ 1-ാം ആഗമനം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സംഭവിച്ചതെങ്കിലും ഈ കാലത്ത് ക്രിസ്മസ് ജനന മഹോത്സവമായി നാം അത് ആചരിക്കുന്നു. ദൈവത്തിൻ്റെ രക്ഷാകര പ്രവൃത്തിക്കായി യേശു ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ച ദൈവകൃപയെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. രണ്ടാമത്തെ ആഗമനം എന്ന് നാം പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തെയാണ്. അത് ലോകചരിത്രത്തിൽ സംഭവിക്കുവാനിരിക്കുന്നതാണ്. അതേക്കുറിച്ച് 45-ാം കീർത്തനത്തിൽ നാം പാടുന്നത് യേശു വരും, വീണ്ടും വരും, തൻ ശുദ്ധരെ ചേർത്തുകൊള്ളുവാൻ എന്ന് പാട്ടിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്നത്തെ ലേഖന ഭാഗത്ത് തെസ്സലോനിക്കയിലുള്ള സഭയ്ക്ക് വിശുദ്ധ പൗലോസ് വീണ്ടും വരുന്ന കർത്താവിനെ കുറിച്ച് പറഞ്ഞത്, കർത്താവ് ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവനോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ എടുക്കപ്പെടും. പഴയ നിയമ വിശുദ്ധന്മാർ തുടങ്ങി ഇന്ന് വരെയുള്ള ദൈവജനം മഹത്വകരമായ അനുഭവത്തിലേക്ക് പ്രവേശിക്കും. ഇന്ന് നാം യേശുവിൻ്റെ 1-ാം ആഗമനത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിനാൽ അതിനായി ശുഭപ്രതീക്ഷയോടും സന്തോഷത്തോടും കാത്തിരുന്ന 2 സ്ത്രീരത്നങ്ങളെക്കുറിച്ച് സുവിശേഷ ഭാഗത്ത് നിന്നും നമുക്ക് ധ്യാനിക്കാം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 45 വരെയുള്ള വാക്യങ്ങളാണിത്. ഈ വേദഭാഗത്ത് കന്യമറിയത്തിൻ്റെയും സെഖര്യാ പുരോഹിതൻ്റെ ഭാര്യ എലിസബത്തിൻ്റെയും സംഗമത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഒന്നാമതായി നമുക്ക് കന്യാമറിയാമിനെക്കുറിച്ച് ചിന്തിക്കാം. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ
കന്യകമറിയെ ദൈവം തിരഞ്ഞെടുത്തതിനാൽ ദൈവഗതിയിൽ വളർത്തപ്പെട്ട ഒരു കുടുംബത്തിൽ വളർത്തപ്പെട്ടവളായിരിക്കാം എന്ന് നമുക്ക് അനുമാനിക്കാം. മറിയയുടെ കുലത്തെക്കുറിച്ചോ കുടുംബത്തെക്കുറിച്ചോ സുവിശേഷ രേഖകളിൽ നാം കാണുന്നില്ല. ദയാധിക്യവും ആത്മീയ പക്വതയുമുള്ള എലിസബത്തിനെ കുറിച്ച് തുടർന്ന് പറയട്ടെ. മറിയ തൻ്റെ ഉള്ളിലെ രഹസ്യ വികാരങ്ങൾ പങ്കിടുവാൻ ഏറ്റവും പറ്റിയ ഒരു വ്യക്തിയായിരുന്നു എലിസബത്ത്. ജീവിതത്തിലെ സ്വകാര്യതകളെയെല്ലാം തൻ്റേത് മാത്രമാക്കി അഗ്നിപർവ്വതം പോലെ ജീവിക്കുന്ന അനേകരുടെ പ്രതിനിധിയാണ് മറിയ. എന്നാൽ തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ മനസ്സ് തുറന്ന് പറയുവാൻ പറ്റിയ വ്യക്തിയായി എലിസബത്തിനോട് ഭയവും ആകുലതയും സന്തോഷവും പങ്കിട്ടതായി ഈ സംഗമത്തിൽ നാം കാണുന്നു. നമ്മുടെ ജീവിതം സന്തോഷമുള്ള ഒരനുഭവമാണ് എങ്കിൽ അതിന് പറ്റിയതായ മറ്റൊരാൾ ഉണ്ടാകണം. ആ സ്ഥാനമായിരുന്നു എലിസബത്ത് ഏറ്റെടുത്തത്. പഴയ കാലങ്ങളിൽ റോഡുകളിൽ ചില സ്ഥലങ്ങളിൽ ചുമടുതാങ്ങികൾ സ്ഥാപിച്ചിരുന്നു. വാഹനമില്ലാതിരുന്ന കാലത്ത് ചുമടുമായി പോകുന്നവർക്ക് അല്പസമയത്തേക്ക് ഭാരമിറക്കി വയ്ക്കുവാനായിരുന്നു ഈ ചുമടുതാങ്ങികൾ സ്ഥാപിച്ചിരുന്നത്. ഇവിടെ മറിയയുടെ വികാരങ്ങൾ പങ്കിടുവാൻ വഴികാട്ടിയായത്, അല്ലെങ്കിൽ അല്പസമയത്തേക്ക് ഭാരം വയ്ക്കുവാൻ എലിസബത്താണ് സഹായമായി വന്നത്. അപ്പോൾ എലിസബത്ത് ബഹുമാനത്തോടും സന്തോഷത്തോടും കൂടെ മറിയെ സ്വീകരിച്ചു. അപ്പോൾ എലിസബത്തിനുണ്ടായ അനുഭവം എന്തായിരുന്നു? എലിസബത്തിൻ്റെ ഗർഭാവസ്ഥയിലുള്ള ശിശു തൻ്റെ ഉള്ളിൽ തുള്ളി അല്ലെങ്കിൽ ഡാൻസ് ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ശേഷം 1-ാം അധ്യായം 27-ാം വാക്യത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള ജോസഫ് എന്ന പുരുഷന് വിവാഹം നിശ്ചയിക്കപ്പെട്ടവൾ എന്ന് മാത്രമേ കാണുന്നുള്ളൂ. യഹൂദ പാരമ്പര്യമനുസരിച്ച് വിവാഹിതരാകേണ്ട പുരുഷൻ്റെയും സ്ത്രീയുടെയും കൗമാരത്തിൽ തന്നെ തങ്ങളുടെ മാതാപിതാക്കൾ വിവാഹം നിശ്ചയിച്ചിരുന്നു. അങ്ങനെയിരിക്കെ സുവാർത്താദൂതനായ ഗബ്രിയേൽ മറിയയ്ക്ക് പ്രത്യക്ഷനായി. ദൂതൻ മറിയയോട്, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെയുണ്ട്. ദൂതൻ്റെ ഈ വന്ദനസ്വരം കേട്ട മറിയ ഉത്കണ്ഠാകുലയായി. ലൂക്കോസ് 1:30. ദൂതൻ മറിയയോട്, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണം. ഇതുകൂടെ കേട്ടപ്പോൾ മറിയയുടെ മനസ്സിൽ ഒരു വലിയ സുനാമി തിരമാലയുണ്ടായി. എങ്കിലും മറിയയുടെ മനസ്സിലുണ്ടായ ഒരു ചോദ്യം ഇപ്രകാരമാണ്: ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ, പിന്നെ എങ്ങനെ ഇത് സംഭവിക്കും? മറിയയുടെ ചിന്താകുലവും സംശയവും മനസ്സിലാക്കിയ ദൂതൻ അവൾക്ക് മറുപടി നൽകി. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടും, നിനക്ക് ലഭിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രനായിരിക്കും. ഗബ്രിയേൽ ദൂതൻ്റെ മറിയയോടുള്ള അതിശയ സന്ദേശം കേട്ടത് മുതൽ മറിയ കൂടുതൽ ആശങ്കയും ഭയവും സംശയവും ഉണ്ടായി. എങ്കിലും ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ധീരതയോടെ ഈ ദൗത്യം അഥവാ പദവി ധീരതയോടെ സ്വീകരിച്ചു. മറിയയും ഗബ്രിയേൽ ദൂതനുമായുള്ള സംഭാഷണ ശേഷം തൻ്റെ ജീവിതത്തിലുണ്ടായ അതിശയ സംഭവം മറിയയ്ക്ക് അടക്കി വയ്ക്കുവാൻ കഴിഞ്ഞില്ല. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ
സംഭവിച്ച ചില പ്രത്യേക സംഭവങ്ങളുണ്ടായാൽ അത് പങ്കിടാൻ പറ്റിയ വ്യക്തികളോട് നാം പറയാറുണ്ടല്ലോ. അതുപോലെ മറിയ സഖരിയാ പുരോഹിതൻ്റെ ഭാര്യയും തൻ്റെ ബന്ധുവുമായ എലിസബത്തിൻ്റെ അടുത്ത് പോയി 7 കിലോമീറ്റർ ദൂരമുള്ള യഹൂദ്യ മലനാട്ടിലെ പട്ടണത്തിലെത്തി. തുടർന്ന് നമുക്ക് എലിസബത്തിനെ കുറിച്ച് ചിന്തിക്കാം. പ്രായാധിക്യവും ആത്മീയ പക്വതയുമുള്ള എലിസബത്തിനെ കുറിച്ച് തുടർന്ന് പറയട്ടെ. മറിയ തൻ്റെ ഉള്ളിലെ രഹസ്യ വികാരങ്ങൾ പങ്കിടുവാൻ ഏറ്റവും പറ്റിയ ഒരു വ്യക്തിയായിരുന്നു എലിസബത്ത്. ജീവിതത്തിലെ സ്വകാര്യതകളെയെല്ലാം തൻ്റേത് മാത്രമാക്കി അഗ്നിപർവ്വതം പോലെ ജീവിക്കുന്ന അനേകരുടെ പ്രതിനിധിയാണ് മറിയ. എന്നാൽ തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ മനസ്സ് തുറന്ന് പറയുവാൻ പറ്റിയ വ്യക്തിയായി എലിസബത്തിനോട് ഭയവും ആകുലതയും സന്തോഷവും പങ്കിട്ടതായി ഈ സംഗമത്തിൽ നാം കാണുന്നു. നമ്മുടെ ജീവിതം സന്തോഷമുള്ള ഒരനുഭവമാണ് എങ്കിൽ അതിന് പറ്റിയതായ മറ്റൊരാൾ ഉണ്ടാകണം. ആ സ്ഥാനമായിരുന്നു എലിസബത്ത് ഏറ്റെടുത്തത്. പഴയ കാലങ്ങളിൽ റോഡുകളിൽ ചില സ്ഥലങ്ങളിൽ ചുമടുതാങ്ങികൾ സ്ഥാപിച്ചിരുന്നു. വാഹനമില്ലാതിരുന്ന കാലത്ത് ചുമടുമായി പോകുന്നവർക്ക് അല്പസമയത്തേക്ക് ഭാരമിറക്കി വയ്ക്കുവാനായിരുന്നു ഈ ചുമടുതാങ്ങികൾ സ്ഥാപിച്ചിരുന്നത്. ഇവിടെ മറിയയുടെ വികാരങ്ങൾ പങ്കിടുവാൻ വഴികാട്ടിയായത്, അല്ലെങ്കിൽ അല്പസമയത്തേക്ക് ഭാരം വയ്ക്കുവാൻ എലിസബത്താണ് സഹായമായി വന്നത്. അപ്പോൾ എലിസബത്ത് ബഹുമാനത്തോടും സന്തോഷത്തോടും കൂടെ മറിയയെ സ്വീകരിച്ചു. അപ്പോൾ എലിസബത്തിനുണ്ടായ അനുഭവം എന്തായിരുന്നു? എലിസബത്തിൻ്റെ ഗർഭാവസ്ഥയിലുള്ള ശിശു തൻ്റെ ഉള്ളിൽ തുള്ളി അല്ലെങ്കിൽ ഡാൻസ് ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിൻ്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് ലഭിച്ചു എന്ന് പറഞ്ഞ് സന്തോഷിച്ചു. മറിയയും എലിസബത്തും കണ്ടുമുട്ടിയപ്പോൾ മറിയ യേശുവിനെയും എലിസബത്ത് യോഹന്നാൻ സ്നാപകനെയും ഗർഭം വഹിച്ചവരായിരുന്നു. എലിസബത്ത് യേശുവിൻ്റെ വരവിന് വഴിയൊരുക്കുവാൻ യോഹന്നാനും മറിയ ലോകരക്ഷിതാവായ യേശുവിനും ജന്മം നൽകി തങ്ങളുടെ ദൗത്യം നിർവഹിച്ചു. കർത്താവിൽ പ്രിയരെ, യേശുവിൻ്റെ ഒന്നാം ആഗമനത്തിന് മുമ്പായി ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു ജോസഫും മറിയയും സഖരിയാവും എലിസബത്തും. ഈ 2 ദമ്പതികളും തങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികളെ നേരിട്ട് ജയിച്ചവരായിരുന്നു. ഇന്ന് സഭാംഗങ്ങൾ എന്ന നിലയിൽ നമ്മുടെ ദൗത്യം എന്താകുന്നു? യേശുവിൻ്റെ പുനരാഗമനത്തിന് മുമ്പായി നമ്മെ തന്നെ ഒരുക്കുകയും മറ്റനേറെ ഒരുക്കുകയും ചെയ്യാം. ദൈവസ്നേഹത്തിൻ്റെ കണ്ണികളായി ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന സ്ഥാനത്ത്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഹിതം പോലെ എന്നെ നടത്തണമേ എന്ന് പറഞ്ഞ് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഇപ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആമേൻ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും എല്ലാ കാലവും ഇരിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധമായ വചനം ശ്രവിച്ച നമുക്ക് നമ്മുടെ വിശ്വാസം ചേർന്നവരൊക്കെ പ്രഖ്യാപിക്കാം. അപ്പോസ്തല വിശ്വാസ പ്രമാണം നമുക്ക് ചേർന്ന് ചൊല്ലാം. സർവശക്തിയുള്ള പിതാവായി
ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായ മൂർത്തനായ ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യകയിൽ ഉത്പാദിപ്പിക്കപ്പെട്ട് ജനിച്ചു. പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി മൂന്നാം ദിവസം മനുഷ്യന് പിന്നെ ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗ്ഗത്തിലേക്ക് കയറി സർവ്വപിതാവായ ദൈവത്തിരിക്കുന്നു. അവിടെ ജീവനെയും മരിച്ചവരെയും ന്യായവിധിക്കാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പ്രാർത്ഥനയ്ക്കായി നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ഞങ്ങളുടെ ആത്മാവോടുകൂടെയും കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ക്രിസ്തുവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സർവ്വസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം സ്വീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾക്ക് ആരുടെ മേലും ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കിടത്താതെ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആഗമന ഞായറാഴ്ചത്തേക്കുള്ള പ്രത്യേക അപേക്ഷ. ക്രിസ്തുവിന്റെ വരവിന് വേണ്ടിയുള്ള സന്തോഷകരമായ കാത്തിരിപ്പ്. സ്നേഹവാനും അത്യന്തം ദയാലുവുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, വിശ്വാസയോഗ്യമായ നിന്റെ വാഗ്ദാനങ്ങൾക്കായി ഞങ്ങൾ നിനക്ക് നന്ദി കരേറ്റുന്നു. നീ ഞങ്ങൾക്ക് വാഗ്ദത്തങ്ങൾ നൽകുകയും കാലാകാലങ്ങളിൽ വിശ്വസ്തയോടെ അതിനെ നിവർത്തിക്കുകയും ചെയ്യുന്ന നിന്റെ ദിവ്യമായ സ്നേഹത്തിനായി നന്ദി കരേറ്റുന്നു. നിന്റെ വാഴ്ത്തപ്പെട്ട പുത്രനായ യേശുവിനെ ലോകത്തിന് നൽകിയതിലൂടെ ഈശായുടെ കുറ്റിയിൽ നിന്നും ഒരു മുളപെട്ട് പുറപ്പെടുന്നുള്ള നിന്റെ വാഗ്ദത്തത്തിന് നിവൃത്തി നൽകിയല്ലോ കർത്താവേ. ഇനിയും സ്വർഗത്തിലേക്ക് കയറിപ്പോയിരിക്കുകയാണ് വാഴ്ത്തപ്പെട്ട പിതാവേ. വീണ്ടും വരാമെന്നുള്ള നിന്റെ വാക്കിൽ വിശ്വസിച്ചും പ്രത്യാശിച്ചും കൊണ്ട് ഞങ്ങൾ കാത്തിരിക്കുമ്പോൾ ഞങ്ങളുടെ കാത്തിരിപ്പുകളും ഞങ്ങളുടെ പ്രാർത്ഥനകളും ആത്മീയതകളും ഒക്കെ ഫലകരമായി തീരുവാൻ ലക്ഷ്യം പോകുവാൻ സ്വർഗത്തിലെ സഹായിക്കണമേ. നാഥാ, നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും പ്രാർത്ഥനയോടുകൂടി ഭരമേൽപ്പിക്കുന്നു. രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ഈ വിശുദ്ധ ആരാധനയിലേക്കുള്ള സമാധാനത്തിനുള്ള അപേക്ഷ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, സകല വിശുദ്ധ ആഗ്രഹങ്ങളും സകല നല്ല ആലോചനകളും സകല നീതിയുള്ള പ്രവൃത്തികളും നിങ്ങൾ നിന്നല്ലോ വരുന്നത്. നിന്റെ കൽപ്പനകൾ അനുസരിച്ച് നടപ്പാനായിട്ട് ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരുങ്ങിയിരിക്കാനും ഞങ്ങൾ നിന്നാൽ ശത്രുഭയം കൂടാതെ കാക്കപ്പെട്ട് ആശ്വാസത്തോടും ശാന്തതയോടും ഞങ്ങളുടെ കാലം കഴിപ്പാൻ ലോകത്തിന് തരുവാൻ കഴിയാത്ത സമാധാനം ഞങ്ങൾ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ യോഗ്യതകൾ മൂലം നിന്റെ അടിയാരായ ഞങ്ങൾക്ക് നൽകണമേ. കൃപയ്ക്ക് വേണ്ടി നമുക്ക് അപേക്ഷിക്കാം. സകല നന്മകളുടെയും കാരണനും ദാതാവുമായി സകല ശക്തിയും ബലവുമുള്ള കർത്താവേ, നിന്റെ നാമത്തോടുള്ള സ്നേഹത്തെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നട്ട് സത്യമായ ദൈവഭക്തി ഞങ്ങൾ വർദ്ധിപ്പിച്ച സകല നന്മ കൊണ്ടും ഞങ്ങളെ പോഷിപ്പിച്ച ഇവയിൽ തന്നെ നിന്റെ മഹാകരുണ കൊണ്ട് ഞങ്ങളെ നിലനിർത്തേണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാൻ
ആത്മീയഗീതങ്ങളിൽ നിന്ന് 114 ആത്മീയത നമുക്ക് ചേർന്ന് പാടാം. യഹോവ ഇരേ ദാതാവാം ദൈവം ആരംഭിക്കുന്ന 114 ആത്മീയ ഗീതം. തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാം. കർത്താവിൽ സ്നേഹവും വാത്സല്യവുമുള്ള ദൈവത്തിന്റെ പ്രിയജനമേ, ഈ വിശുദ്ധമായ ആരാധനയുടെ മധ്യേ നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും അവരുടെ പലവിധമായ ആവശ്യങ്ങളെയും ഓർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ദൈവമായ കർത്താവ് നമുക്ക് അവസരം തന്നിരിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ കുറവുകളെ കുറിച്ച് ഓർത്ത്, പാപങ്ങളെ കുറിച്ച് ഓർത്ത് നമുക്ക് അനുദപിക്കുകയും ദൈവമുണ്ടായ പ്രത്യാശയോടും ധൈര്യത്തോടും കൂടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല ദിവസത്തിന്റെ പ്രഭാതത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ കുഞ്ഞുങ്ങളായി ഞങ്ങൾക്ക് ഒരുമിച്ച് നാഥന്റെ ആലയത്തിൽ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നതോർത്ത് സ്തോത്രം. അടിയങ്ങളുടെ ഈ ഓൺലൈൻ ആരാധനയെ കൂടിവരവുകളെ സ്വർഗത്തിലെ നാഥൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, ഞങ്ങളുടെ കുറവുകൾ നീ അറിയുന്നു, അടിയങ്ങളോട് പൊറുക്കണം. കർത്താവായ യേശുവേ, നീ നൽകിയ എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സ്തോത്രം. നീ തന്നതല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ല എന്ന് അംഗീകരിച്ചുകൊണ്ട് നിന്റെ ബലമുള്ള കരങ്ങളിലേക്ക് അടിയങ്ങളെ കുടുംബമായിട്ട് ഏൽപ്പിക്കുന്നു. നിന്നോടുള്ള ഭക്തിയിലും വിശ്വസ്തതയിലും സമർപ്പണത്തിലും ഏകാഗ്രതയിലും നിന്നെ സ്നേഹിക്കാനും മാനിക്കാനും സേവിക്കാനും സ്വർഗത്തിലെ അപചാര്യങ്ങളെ തുണയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങൾ തോറുമുള്ള അടിയങ്ങളുടെ പ്രാർത്ഥനയെ കർത്താവ് അനുഗ്രഹിക്കണമേ. കൂടിവരവുകൾ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ കൂടിവരവ് ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കുമൊക്കെ സമാധാനത്തിന്റെ ഔഷധങ്ങളാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, നിന്റെ ബലമുള്ള കരങ്ങളിലേക്ക് അടിയങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും സമർപ്പിക്കുകയാണ്. കർത്താവ്, ഭൂമിയിൽ ഞങ്ങളുടെ ജീവിതം നിന്റെ കൃപയാലും കാവല് കൊണ്ട് നിറയ്ക്കണമേ. കർത്താവായ യേശുവേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ,
ദൈവനാമത്തിന്റെ പുകഴ്ചയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ കൂട്ടായ്മയിലൂടെ ഞങ്ങളെ കർത്താവ് സഹായിക്കണമേ. കർത്താവായ യേശുവേ, ഞങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നതിന് പരിശുദ്ധാത്മാവ് നിറച്ച നിന്റെ ജീവിതത്തിലുള്ള ഒരുവർ കർത്താവ് ഞങ്ങളെ പ്രാപ്തരാക്കണമേ. നാഥന്റെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്ക് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയ്ക്കായ സ്തോത്രം. സഭയെ അനുഗ്രഹിക്കണമേ, ഭവനങ്ങൾ അനുഗ്രഹിക്കണമേ, സഭയിൽ ശുശ്രൂഷകന്മാരെ, കുടുംബങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണമേ. ഓരോരുത്തർക്കും അവരവരുടെ ജീവിതത്തിന് ആവശ്യമുള്ള നന്മകളെ കർത്താവായ യേശുവിനെ ദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കരങ്ങളിലേക്ക് അടിയങ്ങളെ സമർപ്പിക്കുക. കുടുംബമായി അനുഗ്രഹിക്കണമേ, വ്യക്തികളായി അനുഗ്രഹിക്കണമേ. ദേശത്തിന് സൗഖ്യം പ്രാർത്ഥിക്കുന്നു. ദേശത്തിന് സൗഖ്യം ദൈവത്തിന്റെ ദാനമാകിയാൽ നിന്നെ സ്തുതിക്കുന്നു. ദേശത്തെ സൗഖ്യമാക്കാൻ നീ കൂടിയിരിക്കണമേ. കർത്താവായ യേശുവേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, നിങ്ങളുടെ പലവിധമായ ആവശ്യങ്ങളെ, കുടുംബത്തിന്റെ ആവശ്യങ്ങളെ, താഴെയുടെ മാതാപിതാക്കന്മാരെ, ജീവിതത്തെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. നിനക്ക് ഉപകാരപ്പെടുമാവണ്ണം ലോകത്തിന് നിവൃത്തി വരുത്തുവാൻ, നിന്നോടുകൂടി വിശ്രമിപ്പാൻ സ്വർഗത്തിലെ പിതാവേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാനും കാത്തിരിക്കുവാനും അടിയങ്ങളെ കർത്താവിന് തുണയ്ക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഇന്ന് ആരാധന സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായ ശുശ്രൂഷകൾ കാര്യം ചെയ്ത മക്കളെ നിന്റെ ആത്മാവിൽ നിറയ്ക്കണമേ, ചൈതന്യം കൊണ്ട് നിറയ്ക്കണം, ബലപ്പെടുത്തണമേ. നിന്റെ പരിശുദ്ധാത്മ നിറവിൽ ഉല്ലാസത്തോടെ നിന്നെ സേവിച്ചു മാനിച്ചു നമുക്ക് ജീവിക്കുവാൻ കർത്താവേ അടിയങ്ങളെ തുണയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവമേ, നിന്റെ വരവിനിടയിലുള്ള ഇന്നേക്ക് നാളുകൾ ഒരുക്കത്തോടെ, വിനയത്തോടെ, വിശ്വസ്തയോടെ നിന്റെ മുൻപാകെ നടന്ന് അങ്ങനെ ഞങ്ങളുടെ നടപ്പിലും കൂടെ നിന്റെ സ്തുതിയെ പ്രസിദ്ധപ്പെടുത്തുവാൻ കർത്താവേ അടിയങ്ങളെ നീ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും കൃപയുണ്ടാകണമേ, കാവലുണ്ടാകണമേ. ചുറ്റുപാടുള്ള ഭവനങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണമേ. കോവിഡ് മഹാമാരി മൂലം പ്രയാസപ്പെടുന്ന കുടുംബങ്ങളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒറ്റപ്പെട്ടു പോകാതിരിപ്പാൻ നിന്റെ കൃപയിൽ അവരെ നിറയ്ക്കണമേ. ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവര്, ഭവനങ്ങൾ പണിയുന്നവര്, പരീക്ഷകൾ ഒരുങ്ങുന്ന കുഞ്ഞുങ്ങള്, കർത്താവായ യേശുവേ നിന്റെ കരങ്ങളിലേക്ക് സകലവിധമായ ആവശ്യങ്ങളെയും പ്രാർത്ഥനയോട് കൂടി ഏൽപ്പിക്കുന്നു. നിന്റെ കൃപ നിറയ്ക്കണമേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട പിതാവേ, നാഥന്റെ കരങ്ങളിലേക്ക് അടിയങ്ങളെ പ്രാർത്ഥനയോട് കൂടി ഏൽപ്പിക്കുന്നതിന് വരവിന് വേണ്ടി ആയുഷ്കാലം നമുക്ക് ജാഗ്രതയോടെ പ്രാർത്ഥന വിഷയങ്ങൾ ഒരുങ്ങുവാൻ നിനക്ക് കൃപ ഞങ്ങളെ നിറയ്ക്കണേ. എന്റെ പരിശുദ്ധനെ നിറച്ച് ബലപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവമായ കർത്താവേ, ലോകത്തെമ്പാടുമുള്ള കൊറോണ ബാധിതരെ ഞങ്ങൾ ഓർക്കും സൗഖ്യമാക്കണമേ. അച്ഛനെയും കർത്താവ് ഇതിന്റെ അച്ഛനെ കുടുംബത്തിന്റെ കരങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. എന്റെ മക്കളെ കർത്താവ് ബലപ്പെടുത്തണമെന്ന് ദാസന്റെ ശുശ്രൂഷകളെ മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദാസനോട് ഞങ്ങൾക്ക് ലഭ്യമായ ദൈവത്തിന്റെ വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദാസനെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. ആരോഗ്യത്തോട് ബലത്തോട് മകനെ നീ കാത്തുകൊള്ളണമേ. കർത്താവായ യേശുവേ, അടിയങ്ങളുടെ ദൈവാലയത്തെ, കുടുംബങ്ങളെ, മക്കളെ എല്ലാം ഞങ്ങൾ ഓർക്കുന്നു. എല്ലാവരെയും കർത്താവ് കാത്തുകൊള്ളണമേ. സ്വർഗ്ഗസ്ഥ പിതാവേ, ഇതാ നിന്റെ കരങ്ങളിലേക്ക് അടിയങ്ങളെ പ്രാർത്ഥനയോട് കൂടി ഏൽപ്പിക്കുന്ന പൊടിയോളം താഴ്ത്തുന്നു. മഹത്വം ആർക്കപ്പെട്ട കുഞ്ഞാടായ യേശുവിന് തരും. ക്രിസ്തയേശുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നൽകിയ നന്മകൾ ഓർത്ത് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥന നമുക്ക് ചേർന്ന് ചൊല്ലാം. സർവശക്തിയുള്ള ദൈവമേ, സകല കരുണകളുടെയും പിതാവേ, അയോഗ്യരായ അടിയാരോടും സകല മനുഷ്യരോടും നിനക്കുള്ള സകല നന്മയ്ക്കായിട്ടും ആർദ്രകരുണയ്ക്കായിട്ടും ഞങ്ങൾ നിനക്ക് മഹാവീയവും മനഃപൂർവ്വമായുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ശിക്ഷയിൽ പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകലങ്ങൾക്ക് വേണ്ടിയും എല്ലാറ്റിനും മേലായ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്തവന്റെ സ്നേഹത്തിനു വേണ്ടിയും കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളുമായി കൂടാതെ നല്ലവരായി തീരേണ്ടതിനും ഞങ്ങളെ സേവിക്കുന്നതിനും നാളുകളൊക്കെ വിശുദ്ധിയോടും നീതിയോടും നടന്ന് അങ്ങനെ ഞങ്ങളുടെ അതിനെ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലും കൂടെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും നിന്റെ സകലങ്ങളെയായി ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവനും നിനക്കും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, നിന്നെ നോക്കി വിളിക്കുന്നവരായ നിന്റെ ജനങ്ങളുടെ അപേക്ഷകളെ പ്രാർത്ഥനയോടെ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഇന്ന കാര്യങ്ങളെ ഞങ്ങൾ ചെയ്യേണ്ടതാകുന്നുവെന്ന് കണ്ടറിയുവാനും അവ വിശ്വസ്തയോട് നിവർത്തിപ്പാനും നിന്റെ മക്കൾക്ക് ഏവർക്കും കൃപയും ശക്തി ലഭിപ്പാനും ഞങ്ങളുടെ കർത്താവായ
യേശു മശിഹ മൂലം കൃപ അരുളേണമേ. നമ്മുടെ വഴിപാടുകൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതിനായി 270 കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. കീർത്തനം 270 സമയത്ത് ദൈവാലയത്തിലേക്ക് നമ്മുടെ ദാനങ്ങൾ നമുക്ക് ദൈവാലയത്തിലേക്ക് വേണ്ടി മാറ്റിവെച്ച് സമർപ്പിക്കാം. നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കാം. ദൈവം നമുക്ക് നൽകിയ ദാനങ്ങളെയും നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, നീ നൽകിയ നന്മകൾക്ക്, അനുഗ്രഹങ്ങൾക്ക്, സൗഖ്യത്തിന് സ്തോത്രം. ജീവൻ നൽകുന്ന സ്നേഹത്താലും അളവറ്റ കൃപയാലും ഞങ്ങളെ കാത്തു പരിപാലിക്കുന്ന ദൈവമായ കർത്താവേ, അടിയങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കൃപ ഞങ്ങളെ നിറയ്ക്കണമേ, അനുഗ്രഹിക്കണമേ. കർത്താവായ യേശുവേ, നിന്റെ വലിയ കൃപ ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവേ, സ്തോത്രം. ഈ ദാനങ്ങൾ ദൈവനാമത്തിന് ഉപേക്ഷിക്ക് വേണ്ടി ചെലവഴിപ്പാനുള്ള കൃപയും ജ്ഞാനവും അടിയങ്ങൾക്ക് തരണമേ. സ്വർഗ്ഗസ്ഥ പിതാവേ, നിന്റെ കരങ്ങളിലേക്ക് അടിയങ്ങളെ പ്രാർത്ഥനയോടുകൂടി ഏൽപ്പിക്കുന്ന പൊടിയോളം താഴ്ത്തുന്നു. മഹത്വരാജനായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന്റെ ആശീർവാദം എന്ന മുദ്രാവിശ്വാസത്തോടെ ഏറ്റുകൊള്ളുവിൻ. ദൈവത്തിന്റെ കരുണയുള്ള കൃപയിലും കാവലിലും ഞങ്ങൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിദൈവത്തിന്റെ കൃപകളും വാഴ്വുകളും അനുഗ്രഹങ്ങളും കർത്താവിന്റെ പ്രിയമുള്ള ദൈവത്തിന് ജനമേ, നാം എല്ലാവരോടുകൂടെയും ഇന്നും എല്ലായ്പ്പോഴും ഇരിക്കുമാറാകട്ടെ. ശുശ്രൂഷയുടെ മംഗളഗാനമായി 42ാമത്തെ കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. കീർത്തനം 42. ആത്മാവോടുകൂടെയും നമുക്ക് സമാധാനത്തോടു കൂടെ തന്നെ ആയിരിക്കാം. കർത്താവിന്റെ നാമത്തിൽ തന്നെ.